നമ്മുടെ സങ്കേതം ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയും ആകുന്നു. ദൈവം നമ്മുടെ സങ്കേതം ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയും ആകുന്നു. അതിനാൽ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ വീണാലും നാം ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തൻ്റെ ജനത്തിന് ഉണ്ടാകാവുന്ന കഷ്ടതകളെക്കുറിച്ചും കഷ്ടതയുടെ അനുഭവത്തിൽ ലഭിക്കുന്ന ദൈവിക കരുതലിനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് യെശയ്യാവ് 43 2 വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയുമില്ല. വെള്ളത്തിൽ കൂടിയും തീയിൽ കൂടിയും ഒക്കെ നാം കടന്നു പോകും. എന്നാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ തീയിൽ വെന്തുപോകാതെ നമ്മുടെ രക്ഷകനായി ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി ദൈവം ഉണ്ടായിരിക്കും. 43 വാക്യം. പ്രതികൂലങ്ങളില്ലാത്ത വിശ്വാസ ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് ഇല്ല. വളരെയധികം കഷ്ടതകൾ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ കഷ്ടതകളുടെ അനുഭവത്തിൽ നമ്മെ ഒരുക്കി ശുദ്ധീകരിച്ച് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദുഷ്ടൻ്റെ വളർച്ച അത്ഭുതകരമായിട്ടാണ് നാം കാണുന്നത്. അവർക്ക് കഷ്ടത ഒട്ടുമേ കാണില്ല. അപ്പോൾ നമുക്ക് നമ്മോടുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച് സംശയമുണ്ടാകും. സങ്കീർത്തനം 37-35 ദാവീദ് പറയുന്നത്, ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. സങ്കീർത്തനം 92:7 ദുഷ്ടൻ പുല്ലുപോലെ മുളയ്ക്കുന്നു, നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴച്ചു വളരുന്നു എന്നാണ് പറയുന്നത്. ഈ വിധത്തിൽ തഴച്ചു വളരുന്ന ദുഷ്ടനെക്കുറിച്ച് തുടർന്ന് പറയുന്നത്, പിന്നെ അതിലെ പോയപ്പോൾ അവൻ ഇല്ല എന്നും അന്വേഷിച്ചിട്ട് കണ്ടെത്തിയുമില്ല എന്നും. 37:36 ദുഷ്ടൻ എന്നേക്കും നശിച്ചുപോയി എന്നും. 92:7 വാക്യം. നീതിമാനെക്കുറിച്ച് പറയുന്നത്, നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും. സങ്കീർത്തനം 92:12-14 വരെ. മരുഭൂമിയിലെ മണൽക്കാറ്റിനെയും ചുറ്റുപൊള്ളിക്കുന്ന വെയിലിനെയും വകവയ്ക്കാതെ വളർന്ന് അനേക തലമുറകൾക്ക് ഫലം നൽകുന്ന വൃക്ഷമാണ് പന. മരുഭൂമിയിലെ മണൽക്കാറ്റിൽ ഉലഞ്ഞ് പിരിഞ്ഞ് അനേക ശതാബ്ദങ്ങൾ കേടുകൂടാതെ നിന്ന് ഫലം കൊടുക്കുന്ന വൃക്ഷമാണ് ദേവദാരു. പ്രതികൂല കാറ്റുകൾ എത്ര തന്നെ ആഞ്ഞടിച്ചാലും തലമുറകൾക്ക് ഫലം നൽകുന്ന പന പോലെയും ദേവദാരു പോലെയും നീതിമാൻ കഷ്ടതകളിലും പ്രതികൂലങ്ങളിലും തകരാതെ വാർദ്ധക്യത്തിലും തലമുറകൾക്ക് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം രക്ഷകനായി നമ്മോട് കൂടെയുണ്ട്. യെശയ്യാവ് 41:10 പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. തച്ചനായ കർത്താവ് ജീവിതങ്ങളെ കടഞ്ഞെടുത്ത് രൂപാന്തരപ്പെടുത്തുന്നവനാ. ഒരു മരം മുറിച്ച് ഉരുപ്പടിയായി അറുത്ത് ഉളികൊണ്ട് ചെത്തി ചീകി തച്ചൻ മനോഹരമായ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നു. മരത്തിന് ശരിയായ ചെത്തി ഒരുക്കൽ നടത്തിയാലേ നല്ല ഉപകരണങ്ങൾ ലഭിക്കൂ എന്ന് തച്ചൻ അറിയാം. ഇത് തന്നെയാണ് നീതിമാനുണ്ടാകുന്ന കഷ്ടതയിലും കാണുന്നത്. തീയിൽ കൂടിയും വെള്ളത്തിൽ കൂടിയും ഒക്കെ നാം നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സുരക്ഷിതരാ. ശദ്രക, മേശക, അബേദ്നെഗോ എന്നീ 3 യഹൂദ ബാലന്മാരെ അഗ്നിച്ചൂളയിലേക്ക് എറിഞ്ഞപ്പോൾ കർത്താവ് തീയിലേക്ക് ഇറങ്ങിച്ചെന്ന അവരെ കാത്തത്. വലിയ ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കണമെങ്കിൽ തീച്ചുള്ളിലെ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയേ മതിയാകൂ. 40 വർഷത്തെ മരുഭൂവാസവും ആടുമേയ്ക്കലും
നടത്തി ലഭിച്ച പരിശീലനമാണ് മോശയെ ഇസ്രായേൽ ജനത്തിൻ്റെ നേതാവായി തീരുവാൻ സഹായിച്ചത്. യോസഫ് ഒട്ടക്കിണറിൽ എറിയപ്പെട്ടതും അടിമയായി വിൽക്കപ്പെട്ടതും തടവറയിൽ കിടക്കേണ്ടി വന്നതുമെല്ലാം മിസ്രൈമിലെ ഭരണാധികാരിയായി ക്ഷാമകാലത്ത് തൻ്റെ ജനത്തിൻ്റെ ജീവരക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്നതിനുള്ള പരിശീലന കളരിയായിരുന്നു. ദീർഘകാല കഷ്ടതകളുടെ മധ്യത്തിൽ പലപ്പോഴും നാം മുഷിഞ്ഞു പോകും. മറ്റുള്ളവർ നമ്മെ പരിഹസിക്കും. എന്നാൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ വീണാലും വെള്ളത്തിൽ മുങ്ങിത്താണാലും ദഹിച്ചു പോകാതെ, വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ നമ്മുടെ രക്ഷകനായി കർത്താവ് കൂടെയുണ്ടായിരിക്കും. കഷ്ടതകളുടെ മധ്യത്തിലാണ് നാം ദൈവശബ്ദം കേൾക്കുന്നത്. തൻ്റെ രോഗാവസ്ഥയിൽ പൗലോസ് കേട്ട ശബ്ദം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നായിരുന്നു. 2 കൊരിന്ത്യർ 12:9. കർത്താവ് തൻ്റെ ദാസന്മാരെ മിനുക്കിയെടുക്കുന്നത് പ്രതികൂല കാറ്റുകളിൽ കൂടിയാണ്. പൗലോസ് പറയും, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന റോമർ 8:18. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന തിരമാലകളിലും ഇടിമുഴക്കങ്ങളിലും കാർമേഘങ്ങളിലും നാം ഭയപ്പെടേണ്ടതില്ല. വിശ്വാസത്തിൻ്റെ വടി മുറുകെ പിടിച്ച് കഷ്ടതകളെ ധൈര്യത്തോടെ നേരിടാം. പൗലോസിനെ പോലെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണാം. കർത്താവെ, ബലഹീനതകളിൽ എന്നെ ശക്തീകരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ആമേൻ. ദഹിച്ചു പോകില്ല. വെള്ളങ്ങൾ പെരുവെള്ളങ്ങൾ അവ കവിഞ്ഞു വരികില്ല, മീതെ കവിഞ്ഞു വരികില്ല. അഗ്നിജ്വാലയിൻ ചൂടു നിമിത്തം ദഹിച്ചു പോകില്ല, ഞാൻ ദഹിച്ചു പോകില്ല. അതിനാൽ